ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തിന് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് ഉപോത്ബലകമായ സാക്ഷിമൊഴികൾ വേണം, രേഖകൾ വേണം, മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ വേണം. അതിനെ സാംശീകരിക്കുന്ന മറ്റു തരത്തിലുള്ള എല്ലാ മെമ്മോസ് ഉൾപ്പെടെ, ചുരുക്കത്തിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്ന തരത്തിലുള്ള എല്ലാ തെളിവുകളും, മെറ്റീരിയൽ ഒബ്ജക്ട്സും ഡോക്യുമെൻറ്റും എല്ലാം ശേഖരിച്ച് വളരെ കാര്യമായ ഒരു അന്വേഷണം ഇതിനകത്ത് നടത്തിയാൽ മാത്രമേ ഇതിനകത്ത് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി കണ്ടെത്താൻ പറ്റൂ. നേരത്തെ സജീവൻ സാറ് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഇപ്പോൾ നമുക്കെല്ലാം അറിയാം ഇതൊരു കുറ്റമാണ്, കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കേൾക്കുന്നവർക്കെല്ലാം ബോധ്യമാവും. ഇതൊരു അവഹേളനമാണ്, ഭരണഘടന അവഹേളിച്ചിരിക്കുന്നു. പക്ഷേ കോടതിയുടെ മുമ്പേ ഇതൊരു അവഹേളനമാണെന്നും 3 വർഷത്തോളം ജയിൽ ശിക്ഷ കിട്ടാവുന്നൊരു കുറ്റമാണ് ചെയ്തതെന്നും ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ സാക്ഷിമൊഴികളും വ്യക്തമായ തെളിവുകളും ശാസ്ത്രീയമായ റിപ്പോർട്ടുകളും എല്ലാം കൃത്യതയോടെ ഹാജരാക്കേണ്ടിയിരിക്കുന്നു. അതിനെത്രമാത്രം നമ്മുടെ ക്രൈംബ്രാഞ്ചിന് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് സന്ദേഹമുണ്ടാക്കുന്ന കാര്യമാണ്.